ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതായത് CSKയുടെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് എന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. സെപ്റ്റംബർ 20 മിക്കവാറും ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. വിദേശ പരിശീലകനായിരിക്കും വരിക. ധോണിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല ധോണിക്കൊപ്പം മുൻപ് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരിക്കും ഈ പരിശീലക സ്ഥാനത്തേക്ക് എത്തുക എന്ന കാര്യം കൂടി ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 വ്യക്തികളുടെ പേരുകളൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ഡങ്കൻ ഫ്ലെച്ചർ, കെപ്ലർ വെസൽസ്, പാഡി അപ്റ്റോൺ. ഇവരൊക്കെ നേരത്തെ മുമ്പ് ധോണിയുമായി വർക്ക് ചെയ്ത വ്യക്തികളാണ്. പക്ഷെ അവരാരും തന്നെ ഈ മുഖ്യ പരിശീലകന്റെ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കെപ്ലർ വെസൽസിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ധോണിയും കെപ്ലറും തമ്മിലുള്ള ബന്ധം അത് 2008 വഷളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇരുവരും നല്ല രീതിയിലല്ല. കെപ്ലർ CSKയുടെ പരിശീലകനാവാൻ സാധ്യതയില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. CSKയുടെ ബാറ്റിംഗ് പരിശീലകനായ മൈക്കൽ ഹസി ഇപ്പോൾ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹത്തെ കൂടി CSKയുടെ മാനേജ്മെൻറ്റ് ഈ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരായിരിക്കും വരിക എന്നുള്ളത് വ്യക്തമല്ല. ധോണിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ധോണിക്കൊപ്പം മുൻപ് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരിക്കും ഈ മുഖ്യ പരിശീലകന്റെ സ്ഥാനത്തേക്ക് എത്തുക. സെപ്റ്റംബർ 20 ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.